ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണുന്നതിന് വേണ്ടി രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ബായ്ഷാനും യാണും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതാണ്. ആ ഫൈറ്റിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്നു ബായ്ഷാന്റെ ശക്തി ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു. അവൻ അടുത്ത ലെവലിൽ എത്തിയിരിക്കുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ അവൻ ആ ലെവൽ എത്തിയെന്ന് ഓർത്ത് എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ട്, യൂണർ അടക്കം. പില്ലിന്റെ സഹായത്തോടു കൂടിയായിരിക്കും ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് മെഡിസിൻ എൽഡർ അപ്പോൾ യാണിനോട് പറയുന്നു. പക്ഷെ അവൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ പില്ല് വളരെ ഡിഫറന്റ് ആണ്. മെഡിസിൻ എൽഡറും അതേപോലത്തെ ഒരു പില്ല് കൈവശം വെച്ചിരിക്കുന്നതും കാണിക്കുന്നു. ആ പില്ല് കഴിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ ശരീരത്തിന് അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. ഇനി അതിൽ വിജയിക്കുകയാണെങ്കിലോ ഭാവിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. അതുകൊണ്ട് ഈ പില്ല് കഴിക്കുന്നത് കൊണ്ട് ദോഷമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബായ്ഷാൻ അടുത്ത ലെവലിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് യാൺ അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത്. യാണിന് വേണമെങ്കിൽ ഫ്ലെയിംസുകൾ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ടെക്നിക്ക് അവന്റെ നേരെ പ്രയോഗിക്കാം. പക്ഷേ ഒരുപാട് നാശനഷ്ടങ്ങളായിരിക്കും അതുവഴി ഉണ്ടാവുക. പക്ഷെ അവസാനം ബായ്ഷാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ മെഡിസിൻ എൽഡറിനോട് കൂടുതലൊന്നും പറയാതെ മെഡിസിൻ എൽഡറിന്റെ കയ്യിലുണ്ടായിരുന്ന പില്ല് എടുത്തുകൊണ്ട് യാൺ അവിടെ നിന്ന് പോകുന്നു. യാൺ അത് കടിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. മെഡിസിൻ എൽഡറിനെ അത് കണ്ടു കഴിയുമ്പോൾ ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. അത് അവന് വേണ്ടി ഉണ്ടാക്കിയതല്ലായിരുന്നു. അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ചും പ്രത്യേകം പറഞ്ഞതായിരുന്നു. ബായ്ഷാൻ ആകട്ടെ യാണിനെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം പറയുകയാണ്, പരാജയം സമ്മതിക്കുകയാണെങ്കിൽ നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോകാം. യാൺ അപ്പോൾ പറയുകയാണ്, നിരോധിച്ച പില്ല് കഴിച്ചത് കൊണ്ടല്ലേ നിന്റെ ശക്തി വർദ്ധിച്ച് നീ അടുത്ത ലെവലിലേക്ക് എത്തിയത്? അത് ആരും അറിയില്ല എന്നാണോ കരുതിയത്? അത് മാത്രമല്ല, ആ പില്ല് നിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്നാണോ കരുതിയത്? അത് കേട്ട് ബായ്ഷാൻ ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ യാണിനെ ആക്രമിക്കുന്നു. യാണാകട്ടെ അതിനുശേഷം ദേഷ്യത്തോടെ ഫൈറ്റ് ചെയ്യുന്നു. ബായ്ഷാന്റെ ഫൈറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ശക്തമായിട്ട് രണ്ട് ഇടി അവന് കൊടുക്കുന്നു. അതുമൂലം ബായ്ഷാൻ തെറിച്ചു പോകുന്നുണ്ട്. ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിലെ കൊമ്പന്മാരെ പോലും നേരിട്ട് അവനോടാണ്. എന്നാൽ മൂന്നാമത്തെ ആക്രമണം നടത്താൻ പോകുമ്പോഴേക്കും യാണിന് ബ്രേക്ക് ത്രൂ ഉണ്ടാകുകയാണ്. അത് ആ പില്ല് കഴിച്ചത് കൊണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ മെഡിസിൻ എൽഡർ പറഞ്ഞിരുന്നു അവൻ ഉടനെ തന്നെ അടുത്ത ലെവലിലേക്ക് പോകുമെന്ന്. അത് എപ്പോഴാണെന്ന് പറയാനാകില്ല എന്ന്. നിർഭാഗ്യവശാൽ മത്സരത്തിന്റെ ഇടയ്ക്കായിരുന്നു അത് സംഭവിച്ചത്. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാനാകാതെ വേറെ നിവർത്തിയില്ലാതെ യാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നു. അവിടെയുള്ള മാസ്റ്റേഴ്സിനും മനസ്സിലാകുന്നുണ്ട് അവൻ അടുത്ത ലെവലിലേക്ക് പോകാൻ പോവുകയാണെന്ന്. അവനും അടുത്ത ലെവലിൽ എത്തുകയാണെങ്കിൽ ഫൈറ്റ് നല്ല രസമായിരിക്കുമെന്നൊക്കെ അവർ പറയുന്നു. എന്നാൽ മറ്റൊരു മാസ്റ്റർ ശബ്ദം കുറച്ച് ബായ്ഷാനോട് അവനെ ആക്രമിക്കാൻ പറയുന്നു. ബായ്ഷാൻ അത് കേട്ടില്ല എങ്കിൽ പോലും ഒരു നാണവുമില്ലാതെ അവൻ ആ അവസരം മുതലെടുക്കുകയായിരുന്നു. നിന്റെ ഒരു ട്രിക്കും എന്റെ മുമ്പിൽ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാണിനെ അവൻ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. അത് കണ്ട് യൂണർ യാണിന്റെ മുമ്പിൽ വന്നു നിന്ന് ബായ്ഷാനോട് അവനെ ആക്രമിക്കരുത് എന്ന് പറയുന്നു. ബ്രേക്ക് ത്രൂ ഉണ്ടായി അവൻ അടുത്ത ലെവലിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടും ബായ്ഷാൻ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. സമയം നീട്ടാൻ വേണ്ടി പേടിച്ച് അവൻ ഒഴിവ് കഴിവുകൾ പറയുകയാണ് എന്നാണ് ബായ്ഷാൻ പറയുന്നത്. യൂണർ അപ്പോൾ പറയുകയാണ്, ഇത് നീ മുതലെടുക്കുന്നത് പോലെയാണ്. അവൻ ഇപ്പോൾ വീക്കാണ്. അവനെ സ്വയം പ്രതിരോധിക്കാൻ പോലും സാധിക്കില്ല. നിനക്ക് അല്പമെങ്കിലും ബഹുമാനം കാണിച്ചൂടെ? എന്നാൽ അതൊന്നും കേൾക്കാൻ ബായ്ഷാൻ തയ്യാറായിരുന്നില്ല. അവൻ അത്രയ്ക്കും ദേഷ്യമുണ്ടായിരുന്നു. യാണിനോട് അവൻ പെണ്ണുങ്ങളുടെ പുറകിൽ ഒളിച്ചു നിൽക്കാതെ ആണുങ്ങളെ പോലെ ഫൈറ്റ് ചെയ്യാനൊക്കെ പറയുന്നു. യൂണർ അത് കേട്ട് ദേഷ്യത്തോടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അവളോട് ആദ്യം ഫൈറ്റ് ചെയ്യാൻ പറയുന്നു. കാരണം അവനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ബായ്ഷാൻ അതിനൊട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ യാണിനോട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം യൂണറിനോട് ഫൈറ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കി യൂണറിനോട് അവൻ ഫൈറ്റ് ചെയ്യുകയാണ്. യൂണറും ബായ്ഷാനും ഇപ്പോൾ ഒരേ ലെവലിലാണ്. എന്നിട്ട് പോലും കഷ്ടപ്പെട്ടാണ് യൂണർ ബായ്ഷാനെതിരെ പിടിച്ചു നിൽക്കുന്നത്. ഹൂജിയ അത് കണ്ട് ബായ്ഷാനോട് യൂണറിനെ മുറിവേൽപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ബായ്ഷാൻ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. യാണിനോടുള്ള പ്രതികാരം കാരണം അവൻ അതെല്ലാം മറന്നു പോയിരുന്നു. എന്നാൽ അവന്റെ കുന്തം യൂണറിന്റെ തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും അത് തടഞ്ഞുകൊണ്ട് യാൻ ഫൈറ്റ് ചെയ്യാൻ വരുന്നു. വിജയകരമായിട്ട് അവൻ അടുത്ത ലെവലിലേക്ക് പ്രവേശിച്ചു എന്നാണ് തോന്നുന്നത്. അതിനുശേഷം നിഷ്പ്രയാസമായിരുന്നു ബായ്ഷാനെ ഇടിച്ചു തെറിപ്പിച്ച് യാൻ തോൽപ്പിച്ചത്. അടുത്ത ലെവലിലേക്ക് ഉയർന്നതിന് ശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന വാളിന് പോലും മാറ്റം സംഭവിച്ചിരുന്നു. എന്നാൽ വിജയിച്ച ഉടനെ തന്നെ അവൻ തളർന്നു വീഴുകയാണ്. യൂണറാണ് അവനെ എടുത്തു പിടിക്കുന്നത്. മെഡിസിൻ എൽഡറിനോട് താൻ എന്താണ് തളർന്നു വീണതെന്ന് ചോദിക്കുമ്പോൾ മെഡിസിൻ എൽഡർ പറയുന്നത് അവൻ ആ പില്ല് കഴിച്ചത് കൊണ്ടാണ് എന്നാണ്. യാൻ അപ്പോൾ നേരത്തെ വാങ്ങി ആ പില്ല് കാണിച്ചുകൊണ്ട് പറയുകയാണ്, അപ്പോ ഈ പില്ലോ? യാൻ അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ കിടന്ന് യാൻ കുറച്ച് ട്രെയിനിങ് ചെയ്യുന്നു. മെഡിസിൻ എൽഡർ ആകട്ടെ ബായ്ഷാന്റെ കൂടെ സർവ്വശക്തിയും എടുത്ത് ഫൈറ്റ് ചെയ്തത് കൊണ്ടാണ് അവൻ അടുത്ത ലെവലിലേക്ക് പ്രവേശിച്ചത് എന്ന് പറയുന്നു. പെട്ടെന്ന് അടുത്ത ലെവലിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം അതായിരുന്നു. അതുകൂടാതെ ഇപ്പോ അവന്റെ എനർജി സ്റ്റേബിൾ ആകുന്നതിന് വേണ്ടി മറ്റൊരു പ്രത്യേക തരത്തിലുള്ള പില്ല് കൊടുക്കുന്നു. ഈ പില്ല് കഴിച്ചു കഴിഞ്ഞാൽ അനന്തരഫലങ്ങളൊന്നും ഉണ്ടാകില്ല. അതിനുശേഷം യാൻ വീണ്ടും ചോദിക്കുന്നത് ബായ്ഷാൻ കഴിച്ചതുപോലത്തെ ആ പില്ല് കഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നാണ്. മെഡിസിൻ എൽഡർ അപ്പോൾ ദേഷ്യത്തോടെ
പറയുകയാണ്, ഞാൻ അതിനെക്കുറിച്ചൊക്കെ വെറുതെ പറഞ്ഞതായിരുന്നു. കൾട്ടിവേഷനിൽ നീ ഷോർട്ട് കട്ട് എടുക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. അതിനുശേഷം ബായിഷാൻ കഴിച്ച ആ പില്ലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ഒരു സാധാരണ പില്ലല്ല, അതിലെ ഓറ എനിക്ക് ഫെമിലിയർ ആയിട്ട് തോന്നുന്നു. എന്താണ് അങ്ങനെ തോന്നാൻ കാരണമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ മെഡിസിൻ എൽഡർ പറയുകയാണ്, അത് നീ ഇപ്പോ അറിയേണ്ട ആവശ്യമില്ല. റെസ്റ്റ് എടുത്ത് ഉടനെ തന്നെ റിക്കവർ ചെയ്യാൻ നോക്കൂ. പുറത്തു നിന്നെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. കണ്ണു തുറക്കുമ്പോഴാകട്ടെ അവനൊരു കട്ടിലിൽ കിടക്കുകയായിരുന്നു. അടുത്തു തന്നെ കാത്തിരുന്ന് യൂണർ ഉറങ്ങിപ്പോയിരുന്നു. യൂണറിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു കഴിയുമ്പോൾ ഒരുപാട് വിഷമത്തോടെ അവൻ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ യൂണർ ചോദിക്കുന്നു. ഒരു ദിവസം മുഴുവനും യാൺ അങ്ങനെ ഉറക്കത്തിലായിരുന്നു. യാണിനെ കുറിച്ച് ഓർത്ത് അവൾ ഒരുപാട് ആകുലപ്പെട്ടിരുന്നു. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ യാൺ പറയുകയാണ്, മണ്ടിപ്പെണ്ണെ, ഞാൻ ടയേർഡ് ആയതുകൊണ്ടല്ലേ ഉറങ്ങിയത്, അതിന് നീയും ഇങ്ങനെ ഉറങ്ങാതിരിക്കണോ? അല്ല, ബായിഷാന്റെ കാര്യം എന്തായി? യൂണർ പറയുകയാണ്, പരാജയപ്പെട്ടതിന് ശേഷം അവൻ ഇനി ടവറിൽ കയറാൻ സാധിക്കില്ല. അതിനുശേഷം അവൻ ആരെയും കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. അവൻ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. എങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവന് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ കുറച്ച് കഴിയുമ്പോൾ എല്ലാം അവൻ മറക്കുമെന്നൊക്കെ കരുതുന്നു. അപ്പോഴേക്കും ഹൂജി അവിടെ എത്തി യാണിനോട് റിവാർഡ് സ്വീകരിക്കാൻ ഹെഡ് മാസ്റ്ററിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറയുന്നു. അവരൊക്കെ നേരത്തെ തന്നെ റിവാർഡ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ട് കഴിയുമ്പോൾ യാൺ ഉടനെ തന്നെ ഹെഡ് മാസ്റ്ററിന്റെ അടുത്തേക്ക് ഓടുകയാണ്. ഒരുപാട് ദാവോ ടെക്നിക്കുകളുള്ള ഒരു ഹാൾ ആയിരുന്നു അത്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ദാവോ ടെക്നിക്ക് അവന് സ്വന്തമാക്കാം. പക്ഷേ ഓരോ ദാവോ ടെക്നിക്കും ഓരോ എനർജി ഷീൽഡ് വഴി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ദാവോ ടെക്നിക്ക് എത്രമാത്രം പവർഫുൾ ആണോ അത്രമാത്രം എനർജി ഷീൽഡും പവർഫുൾ ആയിരിക്കും. സൂര്യൻ അസ്തമിക്കുന്നത് വരെയും മാത്രമേ അവന് സമയമുള്ളൂ. എനർജി ഷീൽഡ് തകർത്ത് അത് സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ വെറും കൈയോടെ അവന് പോകേണ്ടി വരും. പകുതിയിലധികം ആളുകളും അങ്ങനെയാണ് വെറും കൈയോടെ പോകേണ്ടി വന്നത്. ഹെഡ് മാസ്റ്റർ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവൻ ഉടനെ തന്നെ അകത്ത് കയറുന്നു. അകത്ത് കയറി കഴിഞ്ഞ് മെഡിസിൻ എൽഡറിനോട് ഏതാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോ അവന്റെ ഫയർ ആട്രിബ്യൂട്ടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ദാവോ ടെക്നിക്ക് തെരഞ്ഞെടുക്കാനാണ് മെഡിസിൻ എൽഡർ പറയുന്നത്. യാണിന് താല്പര്യം അവന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫൈറ്റിൽ അവന് അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു ദാവോ ടെക്നിക്ക് വേണമെന്നാണ്. മെഡിസിൻ എൽഡർ അപ്പോൾ അവനെ അങ്ങനെയുള്ള ഒരു ദാവോ ടെക്നിക്കിന്റെ അടുത്തേക്ക് നയിക്കുന്നു. അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഹൂജിയയെ കാണിക്കുന്നുണ്ട്. യാൺ അങ്ങോട്ട് വരുമ്പോൾ അവൾ ഒളിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ ദാവോ ടെക്നിക്കിൽ തൊടുമ്പോൾ തന്നെ യാണിന് ഷോക്ക് അടിക്കുന്നുണ്ട്. അത് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അവന്റെ റൂളറിനും ഫൈറ്റിംഗ് ടെക്നിക്കിനും ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. പക്ഷേ യാണിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മെഡിസിൻ എൽഡർ പറയുന്നു. എന്നാൽ യാൺ ആ ഡിഫിക്കൽട്ടീസ് ഒക്കെ നേരിടാൻ തയ്യാറായിരുന്നു. അതിനുശേഷം യാൺ അവന്റെ ശക്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം അത് എടുക്കുകയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മെഡിസിൻ എൽഡറിന് എന്തോ സംശയം തോന്നുന്നു. അവരുദ്ദേശിച്ച ദാവോ ടെക്നിക്ക് തന്നെയാണോ അത് എന്നാണ് സംശയം. കാരണം പവർഫുൾ ആയിട്ടുള്ള ദാവോ ടെക്നിക്ക് ആയിരുന്നെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷൻ എനർജി ഷീൽഡും പവർഫുൾ ആയിരുന്നാനെ. വളരെ നിഷ്പ്രയാസമായിരുന്നു യാൺ അത് എടുത്തത്. അപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് ഹൂജിയെ അവിടെ എത്തിയിട്ട് പറയുകയാണ്, നിന്റെ കയ്യിലുള്ളത് സോണിക് ദാവോ ടെക്നിക് ആണ്. നിന്നെയാണ് അത് മാസ്റ്റർ ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ആരും എടുക്കാത്ത ഒരു ടെക്നിക്കാണിത്. ഇത് നീ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സിംഹത്തിന്റെയും കടുവയുടെയും പോലെയുള്ള ഗർജനമായിരിക്കും നിനക്ക് കിട്ടുക. എല്ലാ മൃഗങ്ങളും നിന്റെ മുമ്പിൽ കീഴടങ്ങും. അവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ ദാവോ ടെക്നിക്ക് ആകട്ടെ ഹൂജിയെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. യാണിന് അത് കണ്ട് ദേഷ്യമാകുമെങ്കിലും അവസാനം അവൾ പറയുന്നത് വിശ്വസിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, എങ്കിലും വർഷങ്ങളായിട്ട് ആരും ഇത് എടുക്കാഞ്ഞത് എന്താണ്? കാരണം ആർക്കും ഇത് മാസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ച് ഹൂജി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അതിന്റെ പേരിൽ മെഡിസിൻ എൽഡറും യാണിനെ ഒരുപാട് കളിയാക്കുന്നു. എന്നാൽ യൂണർ മാത്രം അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഫൈറ്റിംഗ് കോമ്പറ്റീഷന്റെ സമയത്തൊക്കെ അവൻ അത് ശരിക്കും ഉപകാരപ്പെടുമെന്നൊക്കെ പറയുന്നു. ഗ്രാൻഡ് കോമ്പറ്റീഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ ലെവല് വിജയിച്ചതിന്റെ സമ്മാനമാണ് ഇപ്പോൾ കിട്ടിയത്. യൂണർ അങ്ങനെ പറയാൻ കാരണം വേറൊന്നുമല്ല, വർഷങ്ങളായിട്ട് ആരും ഈ ദാവോ ടെക്നിക്കിൽ തൊട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ദാവോ ടെക്നിക്കിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ആർക്കും ഒരു പിടുത്തവും ഉണ്ടാകില്ല. നിരാശയോടെ ഇരിക്കുകയായിരുന്ന യാണിനെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു യൂണർ അങ്ങനെ പറഞ്ഞത്. പക്ഷേ മെഡിസിൻ എൽഡർ പറയുകയാണ്, യൂണർ പറഞ്ഞതിലും കാര്യമുണ്ട്. ഉള്ളത് ഉപയോഗിച്ച് സിറ്റുവേഷൻസ് അവന് ഫേവറബിൾ ആക്കി തീർക്കുക, അതാണ് മികച്ച പോരാളികൾ ചെയ്യാറുള്ളത്. അവർ അവനെ ആശ്വസിപ്പിക്കാൻ പറയുന്നത് പോലെ തോന്നുമെങ്കിലും അവസാനം അത് പ്രാക്ടീസ് ചെയ്യാൻ അവൻ തയ്യാറാകുന്നു. തുറസായ ഒരു സ്ഥലത്ത് വന്നുകൊണ്ട് ഉച്ചത്തിൽ അലറി അവൻ പ്രാക്ടീസ് ചെയ്യുകയാണ് സിംഹത്തിന്റെ ഗർജനം കിട്ടുന്നതിന് വേണ്ടി. എന്നാൽ ആ ശബ്ദം കേട്ട് മെഡൂസ തന്നെ പുറത്തേക്ക് വരികയാണ്. ആനിമേഷനിൽ യാൺ മെഡൂസയ്ക്ക് ഷീകൈലിൻ എന്നൊരു പേര് കൊടുത്തിരുന്നു. ആ പേര് തന്നെയാണ് മെഡൂസയ്ക്ക് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. എന്തുകൊണ്ടാണ് മെഡൂസ ഇപ്പോഴും അവന്റെ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമേഷനിൽ അതിന് ക്ലിയർ ആയിട്ടുള്ള ഉത്തരം പറയുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിലായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കുറച്ച് എപ്പിസോഡുകൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം അബ്സോർബ് ചെയ്യുന്നതിൽ മെഡൂസ പരാജയപ്പെട്ടു. അതുമൂലം മെഡൂസയുടെ ഉള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സർപ്പന്റ് കൂടിയുണ്ട്. പൂർണ്ണമായിട്ടുള്ള മനുഷ്യരൂപത്തിലേക്ക്
സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ മെഡൂസ അതിനെയൊക്കെ അതിജീവിക്കണം. അതിനുവേണ്ടി യാണിനോട് ഒരു പില്ല് റിഫൈൻ ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ എഗ്രിമെന്റിനെ കുറിച്ചാണ് മെഡൂസ ഇപ്പോൾ സംസാരിക്കുന്നത്. എഗ്രിമെന്റ് പ്രകാരം ആ പില്ല് കൊടുക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു. ആ പില്ല് കഴിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള മനുഷ്യരൂപത്തിലേക്ക് മെഡൂസയ്ക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവൻ നല്ല തിരക്കിലായിരുന്നല്ലോ. അതിനെക്കുറിച്ചൊക്കെയാണ് അവൻ മെഡൂസയോട് പറയുന്നത്. കുറച്ചുകൂടി സമയം വേണമെന്ന് പറയുന്നു. ഗ്രാൻഡ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ചെയ്തു തരാമെന്ന് പറയുന്നു. മെഡൂസ അത് കേട്ടിട്ട് പറയുകയാണ്, അപ്പോ നീ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലല്ലേ? ആനിമേഷനിൽ ശരിക്കും മിസ്റ്റി ക്ലൗഡ് സെക്റ്റിൽ നിന്ന് യാൻ രക്ഷപ്പെടാനുള്ള കാരണം തന്നെ മെഡൂസയായിരുന്നു. വാക്ക് പാലിക്കാത്തതുകൊണ്ട് യാണിനെ അതിനുശേഷം മെഡൂസ ആക്രമിക്കുകയാണ്. മെഡിസിൻ എൽഡർ അപ്പോൾ യാണിനോട് അവളെ അകത്തേക്ക് കൊണ്ടുവരാൻ പറയുന്നു. യാൻ അതിനുശേഷം മെഡൂസയും കൊണ്ട് അകത്തേക്ക് വന്നിട്ട് തന്നെ രക്ഷിക്കാഞ്ഞത് എന്താണെന്ന് മെഡിസിൻ എൽഡറിനോട് യാൻ ചോദിക്കുന്നു. മെഡിസിൻ എൽഡർ അതിന് ഉത്തരം പറയുന്നില്ല. അപ്പോഴേക്കും മെഡൂസ പറയുകയാണ്, നേരത്തെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരാളുടെ പ്രസൻസ് ഞാൻ ഇവിടെ ഫീൽ ചെയ്തതായിരുന്നു. എന്റെ ഊഹം തെറ്റിയില്ല. മെഡിസിൻ എൽഡറിന്റെ ലെവല് എത്രയാണ് എന്ന് മെഡൂസ പറയുന്നത് കേൾക്കുമ്പോൾ യാൻ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. മെഡിസിൻ എൽഡർ അത്രമാത്രം പവർഫുൾ ആണ് എന്ന് അവൻ കരുതിയിരുന്നില്ല. എന്നാൽ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ മെഡിസിൻ എൽഡർ പറയുകയാണ്, എന്റെ ശക്തിയെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയല്ല നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. യാൻ മനഃപൂർവ്വവും നീയുമായിട്ടുള്ള എഗ്രിമെന്റ് തെറ്റിച്ചതല്ല. അവന് ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു. ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിൽ നിന്ന് നീ ഇവനെ രക്ഷിച്ചത് പോലും നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ലേ? ഇവനെ കൊണ്ട് ആ പില്ല് ഉണ്ടാക്കിപ്പിക്കണം. ആ പില്ല് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് അടുത്ത ലെവലിലേക്ക് പ്രവേശിക്കാം. നീ ഇവനെ യൂസ് ചെയ്യുകയായിരുന്നു. അതൊന്നും തന്നെ ഞാൻ പരിഗണിക്കുന്നില്ല. ഇവന് കുറച്ച് സമയം കൊടുക്കണമെന്ന് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ മെഡൂസ പറയുകയാണ്, എങ്കിൽ ശരി, നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ആ പില്ലുണ്ടാക്കാനുള്ള ഫോർമുല പറഞ്ഞു തരൂ. എന്നാൽ മെഡിസിൻ എൽഡർ അതിനും തയ്യാറാകുന്നില്ല. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു യാൻ അത് സംഘടിപ്പിച്ചത്. എങ്കിലും ഞാൻ നിനക്ക് വാക്ക് തരികയാണ്, ഒരു വർഷത്തിനുള്ളിൽ യാൻ അത് ഉണ്ടാക്കി തരും. പക്ഷേ ഈ ഒരു വർഷം അവന് ഒന്നും ചെയ്യരുത് എന്ന് മാത്രമല്ല, അവന് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആദ്യം അതിനെ എതിർത്തെങ്കിലും വേറെ നിവർത്തിയില്ലാതെ മെഡൂസ അതിനെ സമ്മതിക്കുന്നു. പക്ഷേ മറ്റൊരു കണ്ടീഷൻ കൂടി മുന്നോട്ട് വെക്കുന്നു. ഈ ഒരു വർഷക്കാലം യാൻ മറ്റേതെങ്കിലും പില്ല് സ്വന്തമാക്കുകയാണെങ്കിൽ അത് അവളുമായിട്ട് ഷെയർ ചെയ്യണം. യാണിന് അതിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും മെഡിസിൻ എൽഡർ ഓക്കെ പറയുന്നു. അതുമാത്രമല്ല, വീണ്ടും വീണ്ടും കുറച്ച് കണ്ടീഷൻസ് കൂടി മെഡൂസ മുന്നോട്ട് വെച്ചു. ദാവോ ടെക്നിക്കുകളും അവളോട് കൂടി ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം മെഡൂസ ആവശ്യപ്പെട്ടത് ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ഒരു ലെവൽ കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ അവളെ സഹായിക്കണം എന്നാണ്. അത് ഇമ്പോസിബിൾ ആണ് എന്ന് മെഡിസിൻ എൽഡർ പറഞ്ഞു. അവസാനം മെഡൂസയും അത് വേണ്ട എന്ന് തന്നെ കരുതി. അവസാനം മെഡിസിൻ എൽഡർ പറയുകയാണ്, എങ്കിൽ ശരി, നമുക്ക് ഈ ഒരു എഗ്രിമെന്റുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ നേരത്തെ അവനെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ എപ്പോഴെങ്കിലും അവനെ കൊല്ലുവാനായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഞാൻ തന്നെ നിന്നെ നേരിടുന്നതായിരിക്കും. ഞാൻ പൂർണ്ണമായിട്ടും ഇല്ലാതായാൽ പോലും. യാൻ അതിന്റെ ഇടയ്ക്കൊക്കെ എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാനൊക്കെ നോക്കിയിരുന്നു. പക്ഷേ യാണിനെ കൊണ്ട് മെഡിസിൻ എൽഡർ ഒന്നും സംസാരിപ്പിച്ചില്ല. പുറത്ത് യൂണർ ആകട്ടെ യാണിനുള്ള ഭക്ഷണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. യൂണറിന്റെ അടുത്തേക്ക് ഹൂജിയ വന്ന് തൊണ്ടയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു മെഡിസിൻ കൊടുക്കുന്നു. ഹൂജിയയുടെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തുണ്ടായിരുന്നതാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഭക്ഷണം ഹൂജിയക്ക് വേണ്ടിയായിരുന്നു. ആ മരുന്ന് ഹൂജിയ കൊടുത്തത് കൊണ്ട് തന്നെ അവൾക്ക് സമ്മാനമായിട്ട് ആ ഭക്ഷണം കൊടുക്കുന്നു. ഹൂജിയക്ക് അത് ഇഷ്ടമാകുമെങ്കിലും യാണിന് വേണ്ടിയാണ് മെഡിസിൻ ചോദിച്ചതെന്ന് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യമാകുന്നുണ്ട്. യൂണർ അതിനുശേഷം അതുമായിട്ട് യാണിന്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ കാണുന്നത് യാണിനെ അടിച്ചുകൊണ്ടിരിക്കുന്ന മെഡൂസയാണ്. ശബ്ദമുണ്ടാക്കി അവളുടെ ഉറക്കം കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് യാണിനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ യൂണറിന് ഒരുപാട് വിഷമമാകുന്നു. അവന് ആ മരുന്ന് കൊടുത്തുകൊണ്ട് യൂണർ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. യാൺ ഒരുപാട് വിളിക്കാൻ ശ്രമിച്ചിട്ടും യൂണർ ഓടിപ്പോവുകയായിരുന്നു. യാൺ ആകട്ടെ അതിനുശേഷം ആ മെഡിസിൻ എൽഡറിന് കൊടുക്കുന്നു. എന്നാൽ അത് കണ്ടു കഴിയുമ്പോൾ മെഡിസിൻ എൽഡറിന് അത് ഒരുപാട് ഇഷ്ടമാകുന്നു. മെഡിസിൻ എൽഡർ തന്നെ കുറെ അതിൽ നിന്ന് കുടിക്കുന്നുണ്ട്. തൊണ്ടയുടെ നല്ലതിന് വേണ്ടിയാണല്ലോ. കുടിച്ചു കഴിയുമ്പോൾ തൊണ്ടയ്ക്ക് നല്ല സുഖവും കിട്ടുന്നു. യാൺ പിടിച്ചു വാങ്ങിയത് കൊണ്ടാണ് അവന് പോലും കുടിക്കാൻ കിട്ടിയത്. അല്ലെങ്കിൽ മുഴുവനും മെഡിസിൻ എൽഡർ തന്നെ കുടിച്ചു തീർത്താനെ. യാൺ കുറെ കുടിച്ചു കഴിയുമ്പോൾ മെഡിസിൻ എൽഡർ പറയുകയാണ്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ നീ എത്രയൊക്കെ അലമുറയിട്ടാലും നിന്റെ ശബ്ദം പോകില്ല. പിന്നെ ഒരുപാട് അവശതയിലായിട്ടും ദേഷ്യത്തോടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബായിഷാനെ കാണിക്കുന്നു. അവന്റെ മാസ്റ്റർ പറഞ്ഞിട്ട് നിർത്താൻ അവൻ തയ്യാറാകുന്നില്ല. മാസ്റ്റർ അവനെ അവസാനം തള്ളി മാറ്റുകയാണ് ഉണ്ടായത്. ദേഷ്യത്തോടെ യാൺ അവന്റെ ശക്തി നശിപ്പിച്ചു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതിന് അവനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ മാസ്റ്റർ ദേഷ്യത്തോടെ അവനോട് ചോദിക്കുകയാണ്, ആ ഫൈറ്റിന്റെ സമയത്ത് എങ്ങനെയാണ് നിന്റെ ശക്തി പെട്ടെന്ന് വർദ്ധിച്ച് നീ അടുത്ത ലെവലിൽ എത്തിയത്? എന്നിട്ടും അവൻ സത്യം പറയാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ അവന്റെ മാസ്റ്റർ അല്ലേ, മാസ്റ്ററിനെ അറിയാം എങ്ങനെയാണ് പെട്ടെന്ന് അവന്റെ ശക്തി വർദ്ധിച്ചതെന്ന്. അവൻ ആ പില്ല് കഴിച്ചിട്ടുണ്ടാകുമെന്ന് മാസ്റ്ററിന് മനസ്സിലായി. ദേഷ്യത്തോടെയും വിഷമത്തോടെയും മാസ്റ്റർ പറയുകയാണ്, യാണിനെ അല്ല നീ കുറ്റം പറയേണ്ടത്, നിന്നെ തന്നെയാണ്. നിരോധിക്കപ്പെട്ട ആ പില്ല് കഴിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭാവി എന്താകുമെന്ന്
ചെയ്തതെന്ന് നിനക്കറിയാമോ? ബായ്ഷാൻ അപ്പോൾ തെറ്റ് സമ്മതിച്ച് കാല് പിടിച്ച് ക്ഷമാപണം നടത്തുന്നു. ആരോടും അതിനെക്കുറിച്ചൊക്കെ പറയരുത് എന്ന് അപേക്ഷിക്കുന്നു. ദേഷ്യത്തോടെ മാസ്റ്റർ അവനെ തള്ളി മാറ്റുമെങ്കിലും അവസാനം പറയുകയാണ്, കുറച്ചു നാളത്തേക്ക് മാത്രമേ ഇത് രഹസ്യമായിട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും നിനക്ക് എവിടെ നിന്നാണ് ആ പില്ല് കിട്ടിയത്? എന്നിട്ടും ആ പില്ല് കിട്ടിയത് എവിടെ നിന്നാണെന്ന് പറയാൻ അവൻ തയ്യാറാകുന്നില്ല. കൂടുതലായിട്ട് എന്നോടൊന്നും ചോദിക്കല്ലേ, എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി, എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെയാണ് ബായ്ഷാൻ പറയുന്നത്. അത് മാത്രമല്ല അവസാനം തന്റെ ശക്തിയൊക്കെ തിരികെ കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ശക്തി തിരികെ കിട്ടുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി എന്തും തന്നെ ചെയ്തു തരാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എൽഡർ ഹാവോ പറയുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അത് നിരോധിച്ചതും. അത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലങ്ങൾ വലുതായിരിക്കും. ശേഷം കരഞ്ഞുകൊണ്ട് നീ എന്തിനാണ് അത് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നു. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ബായ്ഷാനും ആകെ തളർന്നു പോകുന്നുണ്ട്. അപ്പോഴേക്കും ഒരു സ്റ്റുഡന്റ് വന്ന് എൽഡർ ഹാവോയോട് പറയുകയാണ്, ഗൂക്ലാനിൽ നിന്ന് ചിലർ വന്നിട്ടുണ്ട്. ഹെഡ് മാസ്റ്ററിന്റെ കൂടെ ചെല്ലുവാൻ വേണ്ടി എൽഡർ ഹാവോയെ വിളിക്കുന്നു. അതിനുശേഷം ആ സ്റ്റുഡന്റ് പോയി കഴിയുമ്പോൾ എൽഡർ ഹാവോ പറയുകയാണ്, ആദ്യം നീ ഇതിൽ നിന്ന് റിക്കവർ ആകൂ. നിന്റെ ഭാവി പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടില്ല. റിക്കവർ ആയതിനു ശേഷം ഭാവിയെ പറ്റി നമുക്ക് ചിന്തിക്കാം. അതിനുശേഷം മാസ്റ്റർ പോയി കഴിഞ്ഞിട്ടും അവൻ ഉച്ചത്തിൽ അലറി ദേഷ്യം പ്രകടിപ്പിക്കുന്നത് യാണിനോട് എന്ന പോലെയാണ്. യാൺ കാരണമാണ് അവൻ ആ അവസ്ഥയിൽ എത്തിയത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതിനെല്ലാത്തിനും തന്നെ അവനെ കൊണ്ട് പകരം ചോദിക്കുമെന്നൊക്കെ പറയുന്നു. ഗൂക്ലാനിൽ നിന്ന് വന്നവരാകട്ടെ ഒരുപാട് സമ്മാനങ്ങളാണ് അക്കാദമിക്ക് വേണ്ടി അവർ കൊണ്ടുവന്നിരിക്കുന്നത്. യൂണർ ഗൂക്ലാന്റെ അടുത്ത പിൻഗാമിയാണ്. പ്രത്യേക ഹെർബുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഹെഡ് മാസ്റ്റർ പറയുകയാണ്, സാധാരണ ഒരു സ്റ്റുഡന്റിനെ പോലെയാണ് യൂണറിനെ ഞങ്ങൾ നോക്കിയത്. അതുകൊണ്ട് ഈ സമ്മാനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ആർക്കും ജിയാനാൻ അക്കാദമിയിൽ അങ്ങനെ പ്രത്യേക പരിഗണനയൊന്നും ഞങ്ങൾ കൊടുക്കാറില്ല. ആ വ്യക്തി എന്നത് ഗൂക്ലാന്റെ ആർമിയുടെ ഒരു ജനറൽ ആണ്. ഹൂജിയ അവിടെ എത്തി അയാളെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. എന്ത് ഹാൻസം ആണ് അയാളെ കാണാൻ എന്നൊക്കെ കൂട്ടുകാരിയോട് അവൾ പറയുന്നു. ഗൂക്ലാനിലെ ആ ജനറൽ ആകട്ടെ മാസ്റ്റേഴ്സിനോടൊക്കെ ഇങ്ങനെ പറയുന്നു, ഇത് നിങ്ങൾ സ്വീകരിക്കാതെ പോവുകയാണെങ്കിൽ ഗൂക്ലാനിലെ തലവൻ ഞങ്ങളെ ശകാരിക്കും. ഇവിടെയുള്ള കുട്ടികൾക്ക് ഇത് നല്ലോണം ഉപകരിക്കും. ഇതുപയോഗിച്ച് അവരുടെ ലെവലൊക്കെ ഈസി ആയിട്ട് അഡ്വാൻസ് ചെയ്യാം. അവസാനം അവർ അത് സ്വീകരിക്കുന്നു. പിന്നെ ആ ജനറൽ പ്രത്യേകം യൂണറിനെ കാണുന്നതായിട്ട് കാണിക്കുന്നു. യൂണറിന്റെ ഫാദർ അവളോട് ക്ലാനിലേക്ക് തിരികെ വരാൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ യൂണറിന് ഇപ്പോൾ പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ന്യായമായിട്ട് അവൾ പറയുന്നത് ഗ്രാൻഡ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിജയിച്ച് ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ എത്തുകയാണെങ്കിൽ ടവറിൽ പ്രവേശിക്കാം. ടവറിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവളുടെ ശക്തി വർദ്ധിക്കുമെന്നൊക്കെയാണ്. അത് കേട്ട് ആ ജനറൽ പറയുകയാണ്, നമ്മുടെ ക്ലാനിലാണോ ഇങ്ങനത്തെ സൗകര്യമൊന്നും ഇല്ലാത്തത്? അതിന് സമാനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ക്ലാനിൽ സ്പിരിച്വൽ പൂളില്ലേ, അതിന്റെ സഹായത്തോടെ പെട്ടെന്ന് ശക്തി വർദ്ധിപ്പിക്കാമല്ലോ. അതുകൊണ്ടാണ് നേരത്തെ ഗൂക്ലാനെ കുറിച്ച് ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത്. എല്ലാവരും ഭയപ്പെടുന്ന ഒരു ക്ലാൻ തന്നെയാണ് ഗൂക്ലാൻ. ആനിമേഷനിലൊക്കെ അത് ശരിക്കും കാണിക്കുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ യൂണർ പറയുകയാണ്, അത് മാത്രമല്ല ഫാദർ എന്നെ മറ്റൊരു കാര്യം ഏൽപ്പിച്ചിരുന്നു. അത് ഇതുവരെയും എനിക്ക് പൂർത്തിയാക്കാനായിട്ടില്ല. അങ്ങനെയെങ്കിൽ അവിടെ തന്നെ തൽക്കാലത്തേക്ക് നിന്നോളാൻ ആ ജനറൽ പറയുന്നു. അവളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കണമെന്ന് പ്രത്യേകം ക്ലാന്റെ തലവനായിട്ടുള്ള യൂണറിന്റെ ഫാദർ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും യൂണറിന് ഭക്ഷണവുമായിട്ട് ഹൂജി അവിടെ എത്തുന്നു. ആ ജനറലിനെ കാണുമ്പോൾ ഹൂജിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. യൂണറിന്റെ ഫ്രണ്ട് ആണ്, ക്ലാസ്മേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. മാത്രമല്ല അവൾ കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥം പോലും അവന്റെ നേരെ വെച്ച് നീട്ടുന്നു. വേറെ നിവൃത്തിയില്ലാതെ അവൻ അത് കഴിക്കുകയും അത് നല്ലതാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ഇനിയും ഇതേപോലത്തെ നല്ല ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഹൂജിയെ ഒരുപാട് സംസാരിച്ച് വന്നതായിരുന്നു. അപ്പോഴേക്കും യാൺ അവിടെ എത്തി. യാൺ യൂണറിനെ മാത്രം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മെഡൂസയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിരുന്നു യാൺ വന്നത്. എന്നാൽ അപ്പോഴാണ് ആ ജനറലിനെ അവിടെ കാണുന്നത്. യാണിനോട് ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ജനറലിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് യൂണർ അവിടെ നിന്ന് പോകുന്നു. യാണിനെ ഒന്ന് ചോദിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തതായിരുന്നു. യാൺ അപ്പോൾ ദേഷ്യത്തോടെ ഹൂജിയോട് അത് ആരാണെന്ന് ചോദിക്കുന്നു. ഹൂജി അപ്പോൾ വലിയ കാര്യത്തിലാണ് അവനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അവന്റെ മുമ്പിൽ യാൺ ഒന്നുമല്ല, നീ എന്തിനാണ് ഇതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതെന്നും അവസാനം ഹൂജിയെ ചോദിക്കുന്നു. ഗുയാവോ എന്നായിരുന്നു ആ ജനറലിന്റെ പേര്. ഹൂജിയെ പറഞ്ഞത് ശരിയായിരുന്നു. അയാൾ വളരെ പവർഫുൾ ആയിരുന്നു. യാണിനേക്കാളും ഒരുപാട് ലെവൽ ഉന്നതങ്ങളിലായിരുന്നു. അത് മാത്രമല്ല അത് ഗൂക്ലാന്റെ ഫാമിലി മാറ്റേഴ്സും ആയിരുന്നു. അതുകൊണ്ട് യാണിന് ഹൂജിയെ പറഞ്ഞതിനൊന്നും പെട്ടെന്ന് മറുപടി പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം ആ ദേഷ്യത്തിലായിരുന്നു യാൺ പിന്നീട് പ്രാക്ടീസ് ചെയ്തത്. പ്രത്യേകിച്ച് യൂണർ അവന്റെ കയ്യിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ്. അതെല്ലാം കേട്ട് മെഡിസിൻ എൽഡർ ചെവിട് പൊത്തുന്നതായിട്ട് കാണിക്കുന്നു. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.